റീപ്ലേസ് ആണ് ചിലപ്പോ ടയർ മാറ്റിട്ടുണ്ട്. നമ്മളൊരു 1.55 ചോദിച്ചിട്ടുണ്ടോ 1.45 കൊടുക്കാം നമുക്ക്. 1.80 1.45 കൊടുക്കും. 10,000 കുറച്ചു. ഇത് നമ്മള് 2.35 ചോദിക്കും. 2,35,000 ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. 2.15 നമ്മളെ കജ്ജി കിട്ടി കൊടുക്കാം. ഹൈലൈറ്റ് ആണ് 1 ലക്ഷം റുപ്യന്റെ എക്സ്ട്രാ ഫീസ് ഉണ്ട് ചെയ്തുകൊണ്ടോ. 4 അലൈവീലുണ്ട്. ഇത് വീഡിയോ വണ്ടിയാണ്. 4 അലൈവീൽ ഇട്ടിരുന്നത്. മുമ്പക്ക് ക്യാമറ, ബാക്ക് ക്യാമറ, സൈഡ് ക്യാമറ, തെലുങ്കും വിലങ്ങും ക്യാമറ അല്ലേ. ഇത് നമ്മള് ചോദിക്കണ വണ്ടിക്ക് 5.15 ചോദിക്കുന്നുണ്ട്. 5.15 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. നമുക്കൊരു 5.10 കൊടുക്കണം. 6 മാസമൊക്കെ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും സൺറൈസ് യൂസർക്കാർ തന്നെ വീടെത്തി. നമ്മള് കഴിഞ്ഞൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ്. ഏകദേശം ഒരു 10-20 വണ്ടികളുണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ്. നമ്മുടെ കോളില് മുജീബ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖാണ്. ലൊക്കേഷൻ വരുന്നേ ലൊക്കേഷൻ മഞ്ചേരി 3.5 കിലോമീറ്റർ കോഴിക്കോട് റോഡ്. മഞ്ചേരി കോഴിക്കോട് റോഡില് നറുകര ആണ് നമ്മളെ മെയിൻ ആയിട്ട് ഷോപ്പ് വരുന്നത്. ലൊക്കേഷൻ നറുകരയാണ്. അമൃത സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആ കാണുന്ന അമൃത സ്കൂളാണ്. ആ 3-4 നില ഉള്ളത്. വരികയാണെങ്കിൽ അമൃത സ്കൂൾ ചോദിച്ചാൽ മതി. അവിടെ എത്തി പിന്നെ റോഡ് പാക്കായി മെയിൻ റോഡിന് പக்கம் കാണും ചോദിച്ചു. കാണും ചെയ്യും. ഓക്കെ. എത്ര മുതൽ തുടങ്ങുന്നുണ്ട് ഇവിടെ? ഇവിടെ നമുക്ക് ഇപ്പൊ 75 മുതലേ ഉള്ള വണ്ടികൾ. അൾട്ടോള് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 75,000 രൂപ കളിട്ടുണ്ട്. 1 ലക്ഷം രൂപ കളിട്ടുണ്ട്. ഇനി അതല്ല സെന്നുകൾ വേണം. 1 ലക്ഷം രൂപ സെന്നുകളാണ്. ഇല്ലാത്ത വണ്ടി നമ്മൾ സെറ്റാക്കി തരും. അത് വേറെ കൊടുക്കും. ഗ്യാരണ്ടി ആണ്. ഇപ്പൊ 10 വണ്ടി ഉണ്ട്. 35 ഉണ്ട്. ഇനി കയറാനുണ്ട്. 15 കയറാനുണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡും ഗ്യാരണ്ടി. അത് ഗ്യാരണ്ടി, ഫുൾ ഗ്യാരണ്ടി. എഴുതി ഒപ്പിട്ടാണ് കൊടുക്കും. ആ ഗ്യാരണ്ടി ഒക്കെ വീഡിയോയിൽ കാണുന്നതല്ലേ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിൽ കാണിച്ച് മറക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് പേജ് പോലെ പറഞ്ഞാൽ വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് നമ്മൾ ആദ്യത്തെ വണ്ടിയുള്ള അടിപൊളി 7 സീറ്റ് വണ്ടിയാണ്. എർട്ടിക്കകളല്ലേ. നമ്മളെ കോളില് മുജീബിക്ക് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? അപ്പൊ 2 എർട്ടിക ഉണ്ട്. എങ്ങനെ ഈ എർട്ടിക? 2 ബാക്കിൽ പറയുന്നുണ്ട്. എങ്ങനെ മോളുണ്ട്? ഇത് 2016 മോഡല്. 16 ആണല്ലേ. ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിപ്പോ നിലവില് ടാക്സിയിലപ്പല്ലേ കേട്ടോ. ടാക്സിയാ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആക്കി കൊടുക്കാം. പ്രൈവറ്റ് ആണല്ലോ. ടാക്സിയിൽ വണ്ടികൾക്ക് ടാക്സിയിലും പ്രൈവറ്റിൽ വണ്ടികൾക്ക് പ്രൈവറ്റിലും എങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുക്കും. അതിൽ എത്ര വരും മാറാന്? അത് ചെലവൊക്കെ നമ്മൾ എടുത്തോണ്ട് ഓലൊന്നും അറിയണ്ട. നമ്മള് പറഞ്ഞ റേറ്റിൽ എല്ലാം പെടും. എല്ലാം പെടും. 16 മോഡലാണ്. എത്ര ഓടിക്കും? ഹൈബ്രിഡ് ആട്ടോ വണ്ടി. ഹൈബ്രിഡ് ആണല്ലേ. എത്ര ഓടിക്കണ്ടേ? ഇതിമ്മ എന്താ പറയാ നിങ്ങൾക്ക്, ഇതിമ്മല്ലൊരു ഹൈലൈറ്റ് ആണ് 1 ലക്ഷം റുപ്യന്റെ എക്സ്ട്രാ ഫീസ് ഉണ്ട്. ചെയ്തുകൊണ്ടോ. 4 അലൈവീലുണ്ട്. ഇത് വീഡിയോ വണ്ടിയാണ്. 4 അലൈവീൽ ഇട്ടിരുന്നത്. മുമ്പക്ക് ക്യാമറ, ബാക്ക് ക്യാമറ, സൈഡ് ക്യാമറ, തെലുങ്കും വിലങ്ങും ക്യാമറ അല്ലേ. എല്ലാം ക്യാമറ. പിന്നെ സബ്, ആമ്പ് ഒക്കെ ഉണ്ട്. അതുണ്ട്. എല്ലാം ചെയ്തുകൊണ്ടല്ലേ. എല്ലാം ചെയ്തു. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളില്. ലൈറ്റ് ഒക്കെ ചെയ്തോളൂ. 1 ലക്ഷം റുപ്യന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. 1 ലക്ഷം റുപ്യ. എത്ര ഓടിക്കും? പക്ഷെ ആ 1 ലക്ഷം റുപ്യന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഇതിമ്മ വില കൂട്ടി ചോദിച്ചൊന്നും കൂട്ടണമൊന്നും. അത് ഫ്രീ. ഇത് സംഭവത്തില് 6.5 റുപ്യക്കൊക്കെ പോണ വണ്ടിയാണ്. നമ്മളിത് 6.30 കൊടുക്കുന്നു. 6.5 പോകേണ്ട വണ്ടി 6.30 കൊടുക്കും. അതെ. അതിന് ടാക്സിയിലായാലും പ്രൈവറ്റിലായാലും ഒരേ വില. ക്ലിയർ ആക്കി കൊടുക്കും. ഫുൾ ക്ലിയർ ആക്കി. എത്ര ഓടിക്കും? വണ്ടി കൂടുതൽ ടച്ചപ്പുകൾ വരെ കയറിയിട്ടില്ല. ഇല്ലാതെ വണ്ടി ഓട്ടം ഇതിമല ഇപ്പൊ ടാക്സിയിലാണല്ലോ കറക്റ്റ് സർവീസ്. ഇഷ്ടമുള്ള വണ്ടിയാണ്. ഇഷ്ടമുള്ള വണ്ടി. ഓണർഷിപ്പ് എത്ര? 1.70 1.45 അങ്ങനെ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് 2ാമത്തെ ഓണർ നിലവിലുള്ള. വേറെ മേജർ കാര്യങ്ങളൊന്നും ടാക്സി ഓടുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളി വണ്ടി. ഉഷാറായിട്ട് ഓടാ. ഓട്ടോ നോക്കിയിട്ട് വർഷാപ്പാരനെ കൊടുത്തിട്ട് അത്ര ഇതുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അത്ര ഗ്യാരണ്ടിയാ. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും എർട്ടിക്കാണ്. 7 സീറ്റ് വണ്ടി. ഏതാണ് മോഡല്? 2014 മോഡല്. 14 ആണ്. ഇത് 16 ആണ്. ഇത് 14 ആണ്. ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ഇല്ല, സാധാരണ 14 മോഡലാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? സിംഗിൾ ഓണർ ആണ്. വീഡിയോ തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓടിക്കുന്നുണ്ട്? ഇത് 1.15 ഒക്കെയാണ് ഇതില് മീറ്ററിൽ കാണുന്നത്. കേരള വണ്ടി. പുറത്തിലെ വണ്ടി ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ ചോദിക്കണേ 4.25 ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. ഒരു 4.60 കൊടുക്കാം. ടച്ചപ്പ് കേറിയിട്ടില്ല. ടച്ചപ്പ് കേറാത്ത വണ്ടിയില്ലേ? നല്ല വണ്ടി. ടച്ചപ്പ് കേറിയിട്ടില്ല. ആ ഗ്യാരണ്ടി കേറിയിട്ട് കേറാത്ത വണ്ടി നമ്മള് ടച്ചപ്പ് കേറിയിട്ടില്ല പറയും. ഇല്ലാത്ത വണ്ടി ഇല്ലാന്ന് തന്നെ പറയും.
ഈ 2 വണ്ടി ടച്ചപ്പ് അധികം കയറിയിട്ട് വെച്ചത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ബമ്പർ ഇതൊക്കെ അത്ര ഉണ്ടാവുള്ളൂ അല്ലേ? മെയിനായിട്ടും കയറിയില്ല. മെയിനായിട്ടും കയറി. ഇതിനകത്ത് വൈകിട്ട് ഇത് നമുക്ക് 4.25 ചോദിച്ചിട്ടുണ്ട്. ഒരു 4.60 കൊടുക്കാം. 4.25 ഇപ്പൊ ഒന്നാമത് എത്തിക്കൊന്നും അങ്ങനെ കിട്ടാല്ല. നല്ല ഡിമാൻഡ് ആണല്ലേ? ലോൺ എത്ര കയറുന്നല്ലേ? ലോണൊക്കെ നമുക്ക് മാക്സിമം കയറ്റി കൊടുക്കേ. 50,000 മുടക്കിൽ ഇറക്കാൻ പറ്റുമോ? ഒരു 50 ഉറുപ്പ്യ മുടക്കിലിറക്കാം. പ്രൊഫൈലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒത്തും മാറ്റിയല്ല. മാക്സിമം ലോൺ ആണല്ലേ? ഓരോ പ്രൊഫൈൽ നമ്മൾ പറയുന്നുണ്ട്. അടുത്ത വണ്ടി ബൊലേറോ ചോപ്പ് കളറല്ലേ? എങ്ങനെ പോലുണ്ട്? 2009 പുതിയ പേപ്പർ എടുത്ത വണ്ടി. 9/29 പേപ്പർ ഉണ്ടോ? നിങ്ങൾ അതേമാതിരില്ലേ നല്ല ചുറുക്കിലണ്ടി. ചുറുക്കുള്ള വണ്ടിയാണ്. ZLX അത് SLX? ഇത് SLX. കിലോമീറ്റർ എങ്ങനെ? കിലോമീറ്റർ ഇത് കിലോമീറ്റർ 2009 അല്ല 30-40 കോടി. എന്തായാലും ഓടി ഉണ്ടാവും. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. എന്തായാലും ആണ്. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഇതിപ്പോ എന്താ പറയാ റിന്യൂവൽ ഇപ്പൊ എടുത്തു. നമ്മള് എടുത്തിട്ട് ഒരാഴ്ച ആയോ? റിന്യൂവൽ എടുത്തിട്ട് 1 മാസമൊക്കെ ആയി. എന്തായാലും ആയിക്കണോ? കിട്ടാനായിക്കണോ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഒരു റീപ്ലേസ് പോലും ഇല്ല. റീപ്ലേസും ഇല്ല. 7 സീറ്റ് നല്ലൊരു ബൊലേറോ എടുക്കുന്ന ടീമാണെന്നുണ്ടെങ്കിൽ നേർക്ക് ടച്ചപ്പും കയറിയിട്ടില്ല. ഈ സാധനമൊക്കെ നമ്മള് പെയിന്റ് അടിച്ചിട്ടുള്ളൂ. ഇതൊന്നും അടിച്ചില്ല. ഇവിടെ അല്ലേ? ഇവിടെ ഒന്ന് പെയിന്റ് അടിച്ചു. വേറെ പെയിന്റ് അടിച്ചില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് ചോദിക്കണ്ടേ? ഇത് നമ്മൾ ചോദിക്കണത് 3 ഉറുപ്പ്യൊക്കെ ചോദിക്കുന്നുണ്ട്. 3 ലക്ഷം. ഒരു 15 ഉറുപ്പ്യ കമ്മിയൊക്കെ കൊടുക്കും. 3 ലക്ഷത്തിൽ എന്തായാലും കുറച്ചാണ്ട് ഒരു 2.85 കൊടുക്കും. 2.85. നല്ല പ്രൊഫൈലാണ്. ലോൺ കയറും. ലോണൊക്കെ നമുക്ക് കയറ്റി കൊടുക്കാം. എന്തായാലും കയറും. ഓല് വന്നാൽ മാത്രം മതി. ലോണൊക്കെ നമുക്ക് കയറ്റി കൊടുക്കാം. ചെറിയ കായ്ക്ക് നമ്മളെപ്പോഴും പറയില്ല ലോണില്ലാതെ നല്ലത് എന്താണ്? സ്വർണം വെക്കുക. സ്വർണം വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, സ്വർണം വാങ്ങാൻ കഴിയും. ലോണിന് നമ്മള് മുൻതൂക്കം കൊടുക്കാനും പാടില്ല. അത് വേറെ കാര്യം. ലോൺ ഇട്ടാ പിന്നെ എന്താ എനിക്ക് അടുത്ത വണ്ടി വീണ്ടും എർട്ടിക്ക. 2 ഗ്രേ കഴിഞ്ഞ പിന്നെ വൈറ്റ് ആണ്. ഗ്രേ പറ്റാത്തവർക്ക് വൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. 2012 മോഡലാണ്. 12 മോഡലാണ്. വീഡിയോ പോലീസാന്റെ വണ്ടിയാ. പോലീസാന്റെ വണ്ടിയാണ്. പേപ്പറൊക്കെ ഫുൾ ക്ലിയർ ആയി. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. എത്ര മോഡലുണ്ട് ഇത്? 2012 മോഡല്. 16 എടുക്കാൻ കഴിയാത്തോലാണെങ്കിൽ 12 എടുക്കാം. 12 എടുക്കാം. കുറഞ്ഞ മോഡൽ കൂടിയൊക്കെ ഉണ്ട്. ഇത് ഓപ്ഷൻ തന്നെ. ഇത് വീഡിയോ തന്നെയാണ്. കിലോമീറ്റർ ഓടിയുണ്ട്. കിലോമീറ്റർ ഇത് 1.15 ആ ലെവലിൽ ഓടിയുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള തേർഡോ ആണ്. റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടിയില്ല. ടയർ റീപ്ലേസും ഇല്ല. ഒരു പരിപാടിയില്ല. ഒക്കെ ഉഷാറ്. റീപ്ലേസ് ആണ് ചിലപ്പോ ടയർ മാറ്റിട്ടാ. അതാ റീപ്ലേസ് ഉള്ളൂ അല്ലേ? അതാ റീപ്ലേസ്. സീറ്റാറൊക്കെ ഉഷാറാണല്ലേ? 8 സീറ്റ് വണ്ടി, 7 സീറ്റ് വണ്ടി ഒക്കെ പറയാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കണത് 4 ഉറുപ്പ്യൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഞമ്മക്കൊരു 3 MB കൊടുക്കാം. 20,000 കുറച്ചൊരു 3,80,000 കൊടുക്കാം. എല്ലാം കുറച്ച് കൊടുക്കണം. എല്ലാം കുറച്ച് കൊടുക്കും. ആൾക്കാർ ഓണൊക്കെ അല്ലേ, ആൾക്കാര് പായസൊക്കെ കുടിച്ച് രസിച്ച് ടൂറൊക്കെ പോയി വരും. അതിന് വേണ്ടി നമ്മൾ അങ്ങനെ തരാണല്ലേ. ലോൺ എത്ര കയറുന്നാല്? ലോൺ നമുക്ക് ഇതിമേലെ ഒരു 3 ഉറുപ്പ്യൊക്കെ ലോണ് 3.25 വരെ മാക്സിമം ലോൺ കയറും. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 3.5 കയറും. നമ്മള് 12-ന് 3.5 ഇട്ടിട്ടില്ല. നിങ്ങളെ പ്രൊഫൈൽ നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞത് ഒരു 10,000 750 മേലക്ക് സ്ക്വയർ ഉണ്ടെങ്കിൽ സ്കോറിന്റെ മാക്സിമം ലോൺ ആണല്ലേ? 30,000 20,000 ഒക്കെ വണ്ടി ഇറക്കാമല്ലോ. 18 ലെവലിൽ മൈലേജും കിട്ടും. 18-20 മൈലേജ്. സ്വിഫ്റ്റിന്റെ ഇഞ്ചനല്ലേ വരുന്നത്. എയർ ഫിൽറ്റർ മാത്രമല്ലേ മാറ്റുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അടുത്ത വണ്ടി സ്കോർപിയോ. വീണ്ടും സ്കോർപിയോ. എങ്ങനെ സ്കോർപിയോ CRDI ആണ്. ഓപ്ഷൻ വരുന്നത് വോയിസ് മെയിൽ അല്ല. എങ്ങനെ മോഡൽ? 2008 മോഡല്. 2028 വരെ പേപ്പറില്ല വണ്ടി. 8-22 പേപ്പർ ഉണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്. വണ്ടിയാണ് നമ്മളതല്ല. പാർക്കാൻ സെയിലാണ്. ഇതിപ്പോ അയാൾ എടുത്തത് അന്ന് 2.25 എടുത്ത വണ്ടിയാണ്. അന്ധകാലത്ത് എടുത്തത്. അന്ധകാലം ഒന്നും പറയാനായിട്ടൊന്നുമില്ല. ഒരു കൊല്ലത്തിന്റെ അടുത്തായിട്ടുള്ളൂ. എടുത്തിട്ടില്ലേ? മൂപ്പര് ഇവിടെ ഇല്ല. മൂപ്പരിപ്പോ ദുബായിലാണ്. സൗദിയിൽ അവിടെയാണ്. മൂപ്പര് മക്കള് കൊടുത്തിട്ടാണ് ഇവിടെ വിൽക്കാൻ വേണ്ടി. ഒന്നും നോക്കിയില്ല. അവിടെ ഇറ്റലിയായിരുന്നു. അതിലൊക്കെ കൊണ്ടേക്കോളല്ലോ. എല്ലാത്തിനും ഓരോ കമ്പക്കാരുണ്ടല്ലോ. ഇത് എത്ര ഓടിക്കണേ? ഇത് ഓടിക്കണം. ഒന്നിന്റെ മേലെ എന്തോ ഓടിക്കണം. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഒന്നുണ്ട്. റീപ്ലേസ് മേജർ ഒന്നും
റീപ്ലേസ് കാര്യങ്ങളൊന്നും അത് കറക്റ്റ് കമ്പനി പെയിന്റ് ആട്ടോ. കമ്പനി പെയിന്റ് ആണ്, ടച്ചപ്പ് കയറിയില്ല. ഇവിടെ ചെറിയൊരു ഇതുണ്ടെന്നുള്ളൂ, ടച്ച് ചെയ്തിട്ടില്ല. ബമ്പർമൊക്കെ ചെറിയ ടച്ചപ്പ് നമ്മളൊന്നും കാട്ടിയിട്ടില്ല. ഓരോ കൊടുത്തിട്ട് അതേമാതിരി ഉണ്ട് വണ്ടി. ഒന്ന് കേക്ക് കുട്ടപ്പനാക്കി കൊടുക്കും, കുട്ടപ്പനാക്കി കൊടുക്കും, സർവീസ് ഒക്കെ ചെയ്ത് ഉഷാറാക്കി കൊടുക്കും. സീറ്റാർക്ക് ഉഷാറാണ്. എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നുണ്ട്? ഇത് 240 ചോദിക്കുന്നുണ്ട്. 240 ചോദിക്കുന്നുണ്ട്. ഒരു 220 നമുക്ക് കൊടുക്കാം. 20 ഒറ്റയ്ക്കാണ് കുറച്ചാൾ കൊടുക്കും. ഓരോട് ചോദിച്ചിട്ടൊന്നല്ല കേട്ടോ, ആ കിട്ടുന്ന വില കൊടുത്താൽ കൊടുക്കണല്ലേ. അപ്പൊ ഞാൻ എന്താ പറയുക, ഓല അത് ഇതൊക്കെ പറയണെങ്കിൽ അത് അതിന്റെ ആക്കത്തിലേ കിട്ടുള്ളൂ അറിഞ്ഞ അങ്ങനെ കൊടുക്കും. ഇത് 2.5 റുപ്യക്ക് പോണ വണ്ടി കേട്ടോ. അതാണ് നമ്മള് 220 കൊടുക്കണ്ടേ, കുറച്ച് വേണ്ടേ, 20,000 കുറച്ച് വേണ്ട കൊടുക്കും. ഇത് എത്ര മൈലേജ് കിട്ടും? ഇത് മൈലേജ് ഒരു 12 ഒക്കെ കിട്ടും. ആ ലെവലില് എംബോക്കിന്റെ മൈലേജ് കിട്ടൂലേ. അടുത്ത വണ്ടി നാനോ, എങ്ങനെ മോഡലുണ്ട്? നാനോ ഓട്ടോമാറ്റിക്. നാനോ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെ മോഡലുണ്ട്? ഇത് ഞാൻ 2017 മോഡലാണ്. ടിസ്റ്റ് ആണ്, ഡിക്കി ഓപ്പൺ ആണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓടിക്കുന്നാല്? ഇത് ഓട്ടത്ര 65,000. അതോടിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടല്ലേ. ഓണർഷിപ്പ് എത്രയാണോ? ടീച്ചർമാർക്കൊക്കെ പറ്റിയ വണ്ടി കേട്ടോ. ടീച്ചർ വണ്ടിയില്ലേ? ടീച്ചർമാർക്ക് പറ്റിയ വണ്ടി. ടീച്ചർമാർക്ക് അതങ്ങനെ നമ്മള് ഈ ഓട്ടോമാറ്റിക് ആവുമ്പോ ടീച്ചർമാരാണ് ഇതൊക്കെ കൂടുതൽ എടുക്കുക. ആ സ്റ്റാൻഡേർഡ് ലുക്കിൽ പോകാൻ വേണ്ടി നമ്മള് ലാസ്റ്റ് ഒരു വണ്ടി നമ്മൾ ഇവിടേക്ക് വിറ്റതൊക്കെ ടീച്ചറാണ്. എത്താണ് കാസർഗോഡ്, കൊല്ലം, മുക്കം, കോഴിക്കോട് മുക്കം, അരീകോട് മുക്കം. അങ്ങോട്ട് വിറ്റ ഇതാണല്ലേ? സിൽവർ കളറ്. ലാസ്റ്റ് കൊണ്ടുപോയത് ഓട്ടോമാറ്റിക് ആണ്. ഒരു ടീച്ചർ പെണ്ണ കൊണ്ടുപോയത്. അതാണ് ഒരു മോട്ടോർ സൈക്കിളിന്റെ എണ്ണക്ക് ഇങ്ങനെ പോയി വരാലോ. ഒപ്പിച്ച് മാറണ്ട, ഒക്കെ മാറിക്കോളും. പിന്നെ നിബന്ധന മാറിക്കോളും. എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ? ഇത് നമ്മള് ചോദിക്കണം 190. 190 ചോദിക്കൊണ്ട് ഒരു 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. എന്തായാലും നമുക്കൊരു 1.85 ഒക്കെ കിട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കൊടുക്കാം. ഓർക്ക് എന്തെങ്കിലും കിട്ടണ്ടല്ലേ? അതാണ്. ഇത് ലോൺ കയറുന്നാല് ഇതിമ്മല് ലോൺ നമുക്ക് ശ്രീരാമ കയറ്റി കൊടുക്കാം. ഒരു 50,000 മുടക്കിൽ ഇറക്കാമല്ലോ. 50,000 60,000 ഇൻഷാല്ല 10-60,000 മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. പ്രൊഫൈൽ നോക്കിയിട്ടില്ലേ? ലോൺ ഇടല് വലിയ നല്ലൊന്നല്ല. കായുണ്ടെങ്കിലും മുഴുവൻ കായ്ക്കട ഇറക്കിക്കളി. അതല്ലേ ഒരു പാന 2 പാന കൊണ്ടുവച്ചാ പോലെ പൈസ ഒരു 4 സാമാനം 5 സാമാനം ഇന്നത്തെ വരുള്ളൂ. ലോണറിൽ വലിയ വളവൊന്നല്ല. അതിന്റെ കാര്യം പറയാം. അടുത്ത വണ്ടി ഇയോൺ കേട്ടോ. എങ്ങനെ മോഡലുണ്ട്? ഇത് 2016 മോഡൽ. 16 ഓപ്ഷൻ തന്നെ. ഓപ്ഷൻ മേഖലയാണ് വരുന്നത്. പക്ഷെ ഇതിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത പറഞ്ഞോളി. ഇത് 1200 CC ആണ്. 1000 1200 ആണല്ലേ? 200 ഏറാണ്. ഇത് സംഭവത്തില് നമ്മളെ I10 ഒക്കെ വരൂലേ? അതിന്റെ ഇഞ്ചനാണ്. കാപ്പ ഇഞ്ചനാണ്. കാപ്പ ഇഞ്ചൻ. ഇത് ചുള്ളവ കുറച്ചിറങ്ങിയിട്ടുള്ളൂ. ഇത് ചോദിച്ചു വരുന്ന ആൾക്കാർ ഈ യോണിലെ കുഴപ്പം എന്താ പറയുക, കയറ്റത്തുനിന്ന് AC ഇട്ടാ വലിക്കുറവുണ്ടാവും. സാധാ യോണിന് ഇതിനാ പ്രശ്നമില്ല. ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന കുറെ ടീമുണ്ട്. അങ്ങനത്തെ എത്ര ഓടിക്കണ്ടേ? ഇത് ഒന്നിച്ച് ഓടിയിട്ടുള്ളൂ. 95 സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? കാപ്പ ഇഞ്ചനാണ്. അത് എടുത്തു പറയണം. അതെ, കാപ്പ ഇഞ്ചൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇത് എന്താ പറഞ്ഞാല് കാപ്പ ഇഞ്ചൻ തെരഞ്ഞെടുക്കുന്ന കുറെ ടീമുണ്ട്. അങ്ങനത്തെ പറ്റിയ വണ്ടി. എത്ര ചോദിക്കണ്ടേ? ഇത് നമ്മള് 2.25 ചോദിച്ചിട്ടുണ്ട്. ഒരു 2.15 കൊടുക്കുന്നു. 2.15 2.15 ഇല്ലെങ്കിൽ 2,000 കുറച്ച് കൊടുക്കാം. ഇതൊന്നും വിഷയമില്ല. ആൾക്കാർ വന്നാ മതി. തൃപ്പതിപ്പെട്ട് പോണം നമ്മള്. ഇത് പെട്രോൾ എത്ര മൈലേജ്? പെട്രോളിന്റെ മൈലേജ് പെട്രോൾ മൈലേജ് ഉണ്ടാവുമല്ലോ. മൈലേജ് നമ്മള് സാധാ മറ്റേ ഈ ഓണൊക്കെ കിട്ടണ 18 ലെവൽ തന്നെ മൈലേജ് കിട്ടും. ഏസിട്ടാണ് കയറ്റം കയറും. ഇത് നല്ല വലിയാണേ. കുട്ടത്തം മുട്ട വലിയ ഉഷാറാണല്ലേ? അതാണ് ഇത് 1200 CC കുറെ ആൾക്കാർ തെരഞ്ഞെടുക്കുന്നുണ്ട്. അടുത്ത വണ്ടി ഫോർഡിന്റെ നല്ല അടിപൊളി സെഡാൻ വണ്ടിയാണ്. ഗ്ലോബൽ ഫിയസ്റ്റ. അതാണ് ഗ്ലോബൽ ഫിയസ്റ്റ. എങ്ങനെ മോഡലായിരുന്നു? ഇതിന്റെ ഇഞ്ചന് എക്കോസ്പോർട്ടിന്റെ ഇഞ്ചന വരും. എക്കോസ്പോർട്ട് സെഡാൻ വണ്ടിന്റെ അല്ല എക്സ്യൂവിന്റെ ഇഞ്ചന വരുന്നത് സെയിം ഇഞ്ചനാണ്. ഇത് സെഡാൻ ഇഞ്ചൻ വെച്ചിട്ട് ഒരു അതിന്റെ പകുതി വിലക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടി എങ്ങനെ മോഡലായിരുന്നു? ഇത് 2011 മോഡല്. 11 മോഡലുണ്ട്. AC ബസ് സ്റ്റാറിംഗ് 4 വിൻഡോ വരും. നീലപ്പൊന്മാന്റെ മാതിരി 2 കണ്ണുണ്ട്. അതൊരു പ്രത്യേക ദേശം ഇങ്ങനെ കണ്ണാണല്ലേ?
ഓക്കെ. എത്ര ഓടിക്കണെന്നാല് ഇത് ഓടി ഒന്നിന്റെ മേലത്തെ ചില്ലറ ഓടി. ഓടിക്കണോ? ഓണർഷിപ്പ് എത്രയോ? സെക്കൻഡ് ഓണർ. റീപ്ലേസ് സെക്കൻഡ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല മൈലേജ് ഇല്ല വണ്ടി, അടിപൊളി വണ്ടി. ഉണ്ടല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ ചോദിക്കണതൊക്കെ ഇപ്പൊ 230 ചോദിക്കുന്നുണ്ട്. നമുക്ക് ക്വാളിറ്റിയില് 210 കൊടുക്കാം. 2,10,10,16,000 ഫൈനലായിട്ട് കൊടുക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എക്കോസ്പോർട്ടിന്റെ ഇഞ്ചനാണ് പറയാനൊന്നുമില്ലല്ലേ? ബോർഡിൽ എക്കോസ്പോർട്ടല്ലേ വിജയിച്ച വണ്ടികൾ. അതിന്റെ ഫുള്ള് ഇഞ്ചനാണ്. അതിന്റെ എല്ലാ സാധനത്തിനും ഇതുമുണ്ടല്ലോ അല്ലേ? ലോണ് കയറുമ്പോ ലോണ് കയറ്റി കൊടുക്കാം. എത്ര കയറുമ്പോ? ലോൺ ഒരു 1.5 1.25 ലോൺ കയറ്റി കൊടുക്കും. മാക്സിമം വരും. ഒരു 50 മുടക്കിൽ ഇറക്കോ? പിന്നെ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഇപ്പൊ ഒരു ഭാഗം കൊണ്ടുവച്ച 50 ഇട്ടുണ്ട്. 52 തിങ്ങാണ്. അപ്പൊ 50 എന്തായാലും ലോൺ എടുക്കണേ നല്ലത്. അതാണ് എന്റെ അഭിപ്രായത്തില്. അതാകുമ്പോ ഒരു 3-4% ഉണ്ടാവുള്ളൂ. ഇത് 8%. ഇപ്പൊ ഏത് ബാങ്കുകൾ പോയിട്ടാലും 8% കൊടുക്കും. 8-10 അങ്ങനെ വരുമല്ലോ. ഇവിടെ വണ്ടി നോക്കാൻ വന്നോര് ദുർലഭമായിട്ടുള്ള ആൾക്കാരെ ലോൺ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഓരോട് കാര്യം വന്ന് മനസ്സിലാക്കി കൊടുക്കും. പോലെ എന്താ പറയുക, ഈ സ്വർണം വെച്ചാൽ നമുക്ക് ചിന്ത ഉണ്ടാവും. എടുക്കണം ആ ചിന്തക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അതെ. അടുത്ത വണ്ടി വാഗണർ എങ്ങനെ മോഡലുണ്ട്? ഇത് 2010 ന്യൂ ടൈപ്പ് വണ്ടി LXi. 10 മോഡല് ന്യൂ ഷേപ്പ് ആണ്. LXi ആണല്ലേ? LXi ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1 ഓടിയിട്ടുള്ളൂ. ഓടിയുണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ് നിലവിലുള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, മെയിൻ ക്ലാസ് വരെ 2010. നല്ല വൃത്തിയുള്ള ഉഷാർ വണ്ടില്ലേ? കേക്ക് കുട്ടപ്പനാക്കി കൊടുക്കും. സീറ്റാറൊക്കെ കമ്പനി സീറ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ ഇതുവരെ 2 രൂപ ചോദിച്ചതാ. നമുക്ക് 1 MB കൊടുക്കാം. 1,80,000 വാഗണർ 10 മോഡൽ നിങ്ങൾക്ക് തരും. ഫുൾ നിങ്ങൾക്ക് അത്ര താല്പര്യമാണെങ്കിൽ ലോൺ ഇട്ടേരട്ടോ. നമ്മൾ പറഞ്ഞോന്നുള്ളൂ. മാക്സിമം ചെയ്തല്ലേ? മാക്സിമം ചെയ്ത്. അടുത്ത വണ്ടി അൾട്ടോ 800 എങ്ങനെ? 2012 മോഡല്. 12 മോഡലാണ്. LXi. മമ്മൂട്ടിന്റെ മാതിരിയുള്ള ചൊർക്കലുണ്ട്. മമ്മൂട്ടി 75,000 ചൊറുക്കാണല്ലേ? അതേപോലെ റീപ്ലേസ് ഇല്ല. 12 റീപ്ലേസ്. മെയിൻ ക്ലാസ് അറിയില്ല. ഒന്നുമില്ല. 12. എത്ര ഓടിക്കണെന്നാല്? ഇത് ഓട്ടം 1.25 അങ്ങനെ. ഇത് കറക്റ്റ് ഓട്ടാട്ടോ. കറക്റ്റ് ഹിസ്റ്ററുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സെക്കൻഡ് തേർഡാണ്. ലെവലാണ്. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇത് നമ്മൾ ചോദിക്കണതേ ഇത് നമ്മൾ 1.85 ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. നമുക്കൊരു 1.70 കൊടുക്കും. 1.85 1,70,000 മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ലോണ് ഫുള്ളോ കയറും? ഫുള്ളോണൊക്കെ കയറൂല. ചെറിയ പൈസ ഒക്കെ മുടക്കിയാലേ ഒരു 10-30 റുപ്യൊക്കെ മനസ്സുഖം ഉണ്ടാകും. അതെ. ഒരു 30,000 മുടക്കിലൊക്കെ 12 മോഡല് ഗ്യാരണ്ടി ഉള്ള വണ്ടി കൊടുക്കാം. മമ്മൂട്ടിന്റെ അതേ ചുരുക്കുള്ള മോഡൽ. അത് അറബിക്കാർ ഗൾഫേക്കുള്ളതാണ്. മോഡൽ. അടുത്ത വണ്ടി ചുവപ്പ് കളറ് സ്വിഫ്റ്റ് ആണ്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2008 മോഡല്. 8 മോഡലാണ്. എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് 28 വരെ പേപ്പർ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എല്ലാ പേപ്പറും ഓപ്ഷൻ വണ്ടി. ഓപ്ഷൻ VDI 4 അലൈവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസൽ വണ്ടിയാണ്. ഒക്കെ ക്ലിയർ വണ്ടി. ഓടിക്കണ പറയാൻ പറ്റുമോ? ഓടിക്കണ 1.1 മേലൊക്കെ ഓടി ഉണ്ടാവും. ഓണർഷിപ്പിന് കാര്യം? 2008 ഇഞ്ചിന് ഉസാറാണോ? വണ്ടി കൊണ്ടുപോകുക. നമ്മളെ വർഷാപ്പാരൊക്കെ ഉണ്ട്. പോലെ കൊണ്ടുപോയി കാട്ടുക, ഇഞ്ചിനൊക്കെ നോക്കുക, എടുക്കുക. അതെ, അങ്ങനെ പറഞ്ഞോളൂ. അതെ. എന്തായാലും ഓണർഷിപ്പ് 1-2 ആയിട്ടുണ്ടാവും. ഓണർഷിപ്പ് 2-3 ആയിട്ടുണ്ടാവും. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? 2008 ഓണർഷിപ്പ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇല്ലല്ലേ? റീപ്ലേസ് കാര്യങ്ങളുണ്ടോ? മേജർ കാര്യങ്ങൾ റീപ്ലേസ് തന്നെ അല്ല. ഇത് വലിയ ഒന്നുമില്ല. എത്ര വയ്ക്കണത്? ഇത് നമ്മളൊരു 1.85 ചോദിച്ചിട്ടുണ്ടോ? 1.25 കൊടുക്കാം. 1.80 1.25 കൊടുക്കും. 10,000 കുറച്ചു. ഇതിമ്മ ലോൺ ഇറന്നാല് ഇതിമ്മല് ലോണ് നമുക്ക് കയറ്റി കൊടുക്കാം. ശ്രീരാമ കയറും. ശ്രീരാമ 1.25 1.30 മാക്സിമം കയറും. 1.30 കയറ്റി കൊടുക്കും. 50,000 മുടക്കണം. 50,000 മുടക്കണം. നമുക്ക് സ്വിഫ്റ്റിനെ കൊണ്ടുപോയി വീഡിയോ ഡീസൽ വണ്ടി മൈലേജ് നല്ല വണ്ടിയാ. കാര്യം ഒന്നുമില്ല. എന്നൊരു നല്ല പെർഫോമൻസിലുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി നല്ല പെർഫോമൻസ്. അടുത്ത വണ്ടി നല്ല അടിപൊളി i20 ആണ്. ഫ്ലൂഡിക്കാണ്. അലവിലക്ഷ ചെയ്ത വണ്ടിയില്ലേ? ഫ്ലൂഡിക്ക് അല്ലട്ടത്. ഫ്ലൂഡിക്കിന്റെ മുമ്പുള്ള സാധാ i20 ആണ്. സാധാ i20. എങ്ങനെ മോഡല്? ഇത് 2011 മോഡല്. 11 മോഡലാണ്. ആസ്റ്റയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. അലവിൽ അക്ഷരം ചെയ്താണ്. അപ്പൊ അലവില് വരുമല്ലോ. ആസ്റ്റക്ക് അലവില് വരും. അല്ല, ഇത് മതിയില്ല.
അലവില് ലാസ്റ്റക്ക് വരുന്നത്. അല്ല അതല്ല, ഈ അലവില് മാറ്റിട്ടല്ലോ. അല്ല അതൊക്കെ കമ്പനി തന്നെയാണ് അല്ലേ. എത്ര ഓടിക്കണത്? ഇത് 1 സംതിങ് എന്താ ചില്ലറ ഓടിയാണ്. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ അല്ല വണ്ടിയാ. സർവീസ് ബുക്ക് ഒക്കെ ഉണ്ട്. ധൈര്യം പറയാ. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറയാല്ലേ. സീറ്റാറൊക്കെ ഉഷാറ്. എത്ര വണ്ടികൾ നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മള് 2.15 ചോദിക്കുന്നത്. എന്തായാലും കുറച്ച് കൊടുക്കും. നമുക്ക് 2.10 കൊടുക്കും. 2.10 വരുമ്പോ നമുക്ക് 1000 റുപ്യ എണ്ണ പൈസ കൊടുക്കും. അത് കൊടുക്കാം. എല്ലാം കുറച്ച് കൊടുക്കാണല്ലേ. എല്ലാം കുറച്ച് കൊടുക്കാം. ലോൺ ഓണല്ലേ, ആൾക്കാരെ ആഘോഷിക്കട്ടെ. ഓണത്തിന് ഓഫർ വരിയിൽ വണ്ടി എടുത്ത് തരാണ്. അതെ. ലോൺ എത്ര കയറും? ലോണൊക്കെ നമുക്ക് 1.25 ലോൺ ആയിരിക്കും. മാക്സിമം വരും. ഒരു 30,000-40,000 മുടക്കിൽ നമുക്ക് അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസലിന് 20 കിലോമീറ്റർ 22 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. ഇത് നമ്മള് പുതിയ മോഡൽ പഴയ മോഡൽ ഇഞ്ചൊക്കെ സെയിം ആണല്ലോ. ആ പേര് മാറുന്നു. മറ്റേ എലൈറ്റിന് 5 ലക്ഷം 6 ലക്ഷം കൊടുക്കണ്ടേ. അതിനുള്ള വിലയുള്ളൂ. ചെറിയ പൈസ കൊടുക്കാറല്ലേ. അടുത്ത വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്. എങ്ങനെ മോഡലുണ്ട്? 2013 മോഡലത്. 13 മോഡലാണ്. VDI വരുന്നത്. VDI കിലോമീറ്റർ ഓടിയുണ്ട്. 1 മേലെ ഓടിയുണ്ടാവും. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് തേർഡ് ഓണറാ നിലവിലുള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. ഒന്നാമത് 6 ഓണർ വരെ ലോൺ കിട്ടും. 6 ഓണർ 6 ഓണർഷിപ്പ് വരെ ലോൺ കിട്ടും. ബാങ്കിന് കൊടുക്കും. ആദ്യം ബാങ്കിന് സെക്കൻഡ് ഓണർ വരെ ഉള്ളേനു. ഈ ഓണർഷിപ്പ് ഇല്ലാത്ത വണ്ടി ഇല്ലാത്തോണ്ടേ 6 ഓണർ വരെ ആക്കി. അങ്ങനെ ആക്കിയില്ലേ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് 13 വണ്ടിയാണ്. 360 നമ്മൾ ചോദിക്കുന്നുണ്ട്. ഒരു 3.45 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 3,45,000 കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് ഫൈനൽ ആണ്. മാക്സിമം കുറച്ച് പറഞ്ഞിട്ട് ലോൺ എത്ര കയറും? ലോൺ 3.10 ലോൺ കയറും. ചെറിയ പൈസ വണ്ടികൾ 10-20,000 മുടക്കാൻ കാജിലുണ്ടാവും. സ്വിഫ്റ്റിനെ കൊണ്ടാക്കാം. 13 മോഡല് വീഡിയോ ഡീസൽ വണ്ടി കൊണ്ടാകാം. മൈലേജ് ഉണ്ടാവും. 18 ഉണ്ടാവും. 20 എന്തായാലും കിട്ടും. അടുത്ത വണ്ടി വീണ്ടും ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ഡിസയർ ആണ്. 2017 മോഡല്. 17 മോഡലുണ്ട്. 17 മോഡല് 18 റേസറിലെ വണ്ടിയാ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1,09,000 ഓട്ടോ ഓടിയുണ്ട്. 1.19 ഓടിയുണ്ട്. സർവീസ് കാര്യങ്ങള് ഇത്രയൊക്കെ വണ്ടിയാട്ടോ. വീഡിയോ ഇത് മാക്സിമം ലോണിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. ഫുള്ളാൻ കയറുമോ? ഏകദേശം ഫുള്ളോണാണ്. എത്ര ചോദിക്കുന്നത്? 10-20 മുടക്കിയാല് നമുക്ക് ഇറക്കി കൊടുക്കാം. 20,000 മുടക്കിൽ ഈ സ്വിഫ്റ്റ് കൊണ്ടാകാം. സ്വിഫ്റ്റ് ഡിസയർ ഇത് കൊണ്ടാകാം. ഇത് 18 മോഡലിന് അടുത്തുള്ള വണ്ടിയല്ലേ. 17 ലാസ്റ്റിക്ക് 18 റേസറുള്ള വണ്ടിയില്ലേ. എത്ര ചോദിക്കണ്ടേ? ഇത് നമ്മള് ചോദിക്കണത് 5,900 ആണ്. 5,400 കൊടുത്തു വിടാണ്. 6,400 കുറച്ച് കണ്ട് ഏതെങ്കിലും വണ്ടി ഇട്ടാണ്ടോ? 6,400 കിട്ടും. 6,400 കൊടുക്കേണ്ട വണ്ടിയാണ്. 5,45 ലക്ഷം രൂപ നിങ്ങൾക്ക് വണ്ടിയാണ് തരുന്നത്. കുറച്ച് അവിടുന്ന് കിട്ടൂല. അത്ര ഗ്യാരണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗ്യാരണ്ടി വണ്ടി. കമ്പനി സ്റ്ററുള്ള വണ്ടിയില്ലേ. 20,000 മുടക്കാണ്ട കൊണ്ടുപോയിക്കോളി. ഡീസലിന് മൈലേജ് കിട്ടൂലേ? ഡീസലിനകത്ത് 18 കിട്ടും. 20 മേലക്ക് മോഡൽ ഇഞ്ചിനാണ്. നല്ല മൈലേജ് ഉണ്ട്. നല്ല മൈലേജ് 24-25 മൈലേജ് ഉണ്ടല്ലേ. അടുത്ത വണ്ടി നല്ല അടിപൊളി ജാസ് ആണ്. ഹോണ്ട ജാസ് സിൽവർ കളർ. ഏതാണ് മോഡലുണ്ട്? ഇത് 2016-17 16 മോഡല് 17 രജിസ്ട്രേഷൻ ഉള്ള അടിപൊളി ജാസിലെ ചുരുക്കുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി. ഏതാണ് മോഡല്? 2017 16 രജിസ്ട്രേഷൻ വണ്ടി. ഫുൾ ഓപ്ഷനാ? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ കാര്യങ്ങള് അലവിലൊക്കെ വണ്ടി എല്ലാം വണ്ടിയില്ലേ. കിലോമീറ്റർ ഓടിക്കണോ? കിലോമീറ്റർ 80-85 അങ്ങനെ ഓടിയിട്ടുണ്ട്. ലെവലിലാണ് ഓടിക്കണ്ടല്ലേ. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. ആ ലെവലിലാണ് അല്ലേ. റീപ്ലേസ് വണ്ടി കേട്ടോ. ഇഞ്ചിനൊക്കെ നല്ല സ്മൂത്താ. ഉഷാർ വണ്ടിയില്ലേ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എത്ര വണ്ടികൾ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മള് ചോദിക്കണ വണ്ടിക്ക് 5,400 ചോദിക്കുന്നുണ്ട്. 5,400 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. നമുക്കൊരു 5,10 കൊടുക്കണം. 5,10,000 റുപ്യക്ക് 5 റുപ്യ കൊടുക്കാം. ലാസ്റ്റ് 5 ലക്ഷം രൂപ ലാസ്റ്റ് ഫൈനൽ. 5 ലക്ഷം റുപ്യക്ക് ഹോണ്ട ജാസ്. 5 ലക്ഷം റുപ്യക്ക് ഹോണ്ട ജാസ് കിട്ടുകയാണെങ്കിൽ ഓലോട് പറയട്ടെ. നിങ്ങൾ പറഞ്ഞ നമ്മൾ കേൾക്കും. അതാ പറഞ്ഞത്. റീപ്ലേസ് ചെയ്യാതെ ഗ്യാരണ്ടി വണ്ടി. നല്ല വണ്ടി കിട്ടൂലല്ലേ. ഡീസൽ വണ്ടി കിട്ടൂല. പെട്രോൾ കിട്ടും. ഡീസലിന് ഡിമാൻഡ് ഉള്ളതായോണ്ടല്ലേ. ഇത് 10-23 കിലോമീറ്റർ മൈലേജ് സൂപ്പറായിട്ട് നമ്മൾ പറഞ്ഞു കിട്ടും. ഓടിക്കണ എത്രയാണ്? ആകെ 85 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. ആണല്ലേ.
പക്ഷെ ഓട്ടം കറക്റ്റ് ഇഷ്ടമുള്ള വണ്ടിയാണ്. വണ്ടി. 5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ഈ വിലക്ക് കിട്ടാൻ നിങ്ങൾ പറഞ്ഞോളി. വിളിച്ചോളി നിങ്ങളല്ലേ. മാക്സിമം ലോണും ചെയ്തുതരാം. എത്ര ലോണ് നമ്മള് പ്രോത്സാഹിപ്പിക്കണില്ല, നമ്മള് പറയാന്നുള്ളൂ. ഒരു 50 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുമോ? 50 വണ്ടിയല്ലേ, 10,000 രൂപയ്ക്ക് ഇറക്കാം. ഒരു 10-25-30 പെൻഡിങ് ഇറക്കാമല്ലേ. അതാണ്. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ്. നല്ല അടിപൊളി സ്വിഫ്റ്റിലെ ഞങ്ങളെ മോഡലിന്റെ ഇത് 2013 മോഡല് ZDI 13 ZDI ഫുൾ ഓപ്ഷൻ വണ്ടി. പാർക്ക് സെയിലാണ്. പാർക്കാസയിൽ വണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. കിലോമീറ്റർ ഓടിക്കണല്ലേ? കിലോമീറ്റർ 1ന്റെ മേലെ ഓടിക്കണോ? ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 3-4 ആണ് നിലവിലുള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒരു പരിപാടിയില്ല. സീറ്റാറൊക്കെ ഉഷാറിലെ വണ്ടി. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ ചോദിക്കണത് നമ്മളല്ലല്ലോ, ചോദിക്കണ്ടത് 390 ആണ് ചോദിക്കണത്. 13 വാങ്ങിക്കൊടുക്കാം. ഒരു 3.25 ലാസ്റ്റ് നമുക്ക് വാങ്ങിക്കൊടുക്കാം. 390 കമ്പനിക്കാർ ചോദിക്കണ്ടേ. 3,90,000 വെച്ചാണ്ട് 375 വാങ്ങിത്തരാം. കൊടുക്കാല്ലേ? ലോൺ എത്ര കയറുന്നല്ലേ? ലോൺ നമുക്ക് മാക്സിമം എന്റെ അഭിപ്രായത്തിലൊരു 340 ലോൺ 340 മാക്സിമം ലോൺ കയറും. എന്തായാലും ഒരു 10-30 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 30 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് ZDI ഫുൾ ഓപ്ഷൻ വണ്ടികൾ കൊണ്ടാകാം. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസലിന് മൈലേജ് സിറ്റല്ലേ, രണ്ടും 18-20 ലെവലില് കിട്ടിയല്ലേ. അടുത്ത വണ്ടി നല്ല അടിപൊളി ഒമ്നിയാണ്. 2 ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉള്ളത്. 5 സീറ്റ് ഒമ്നില്ലേ? 5 സീറ്റ് വണ്ടി 2017 മോഡൽ. AC ഉണ്ടതിന്? AC ഓമിനിക്ക് കഴിഞ്ഞില്ല. അല്ല ഇതില്ലല്ലോ, വെച്ചിട്ടില്ലല്ലോ. ഫാനേ വരുള്ളൂ. ഓമിനിക്ക് AC ഇറങ്ങിയിട്ടില്ല. ഇല്ലല്ലേ? അങ്ങനെ മോഡൽ തന്നെ AC നമുക്ക് ഫിറ്റ് ചെയ്യട്ടോ. ആലോചിച്ചിട്ടുണ്ട്. ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ? ചെയ്തിട്ടില്ല. 2017 വണ്ടി. 17 മോഡലാണ്. ആകെ 60,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. MPFI ആണ് വരുന്നത്. MPFI. എത്ര നമ്മൾ ചോദിക്കണെന്നാല്? ഇത് നമ്മൾ ചോദിക്കണത് എന്ന് പറഞ്ഞാല് ഇത് നമ്മള് 2.35 ഒക്കെ ചോദിക്കണം. 2,35,000 ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കും. 2.15 നമ്മളെ കജ്ജി കിട്ടും കൊടുക്കാം. 17 മോള് 2,15,000 രൂപ കൊടുക്കും. മുത്തുമണി തുരുമ്പ് പൊരുമ്പ് തരുമ്പ് കരിമ്പ് അതൊന്നുമില്ല. തുരുമ്പ് കരിമ്പ് ഒരു വിലക്ക് ചേർത്തുള്ള അടിപൊളി വണ്ടിയാണ്. അതാ കാര്യമായിട്ട് ഓമിനിക്ക് നോക്കേണ്ട സംഗതി അതാണ്. തുരുമ്പാണല്ലേ? എളുപ്പം വരും. ആ സംഭവം തുരുമ്പല്ല. ടയർ കമ്മിയാണ്. ബാക്കിൽ കേൽപ്പത്തി AY-ലാണ് വണ്ടി കിടക്കണ്ടില്ല. മലപ്പുറം വണ്ടിയാണ്. പെട്രോൾ എത്ര മൈലേജ് കിട്ടുന്നത്? ഇത് പെട്രോളിന് എന്തായാലും കൊടുക്കണ അതൊക്കെ ലാഭം. മൈലേജ് ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും. MPFI അല്ല 18, 16, 17 മൈലേജ് പറഞ്ഞു ചെയ്യാലല്ലേ? ഇതിപ്പോ ലോൺ എത്ര കയറും? ഇതിപ്പോ നമുക്ക് മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. ഒരു 1.25 ലോൺ മാക്സിമം ലോൺ കയറും. ധൈര്യമായിട്ട് പറഞ്ഞു കയറും. ഒരു 50,000 മുടക്കിൽ വണ്ടി ഇറക്കാം. 50,000 മുടക്കിൽ അല്ലെങ്കിൽ ഒരു 15,000 മുടക്കിൽ അങ്ങനെ ഇറക്കാം. പ്രൊഫൈൽ നോക്കിട്ടല്ലോ നമ്മള്. ഓക്കെ. അടുത്ത വണ്ടി A-Star ആണ്. എങ്ങനെ മോഡലുണ്ട്? 2010 മോഡൽ A-Star സെക്കൻഡ് ഓണർ വണ്ടി. 10 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. VXI LXI ആണല്ലേ? എത്ര ഓടിക്കുന്നത്? ഇത് 93 അങ്ങനെ ഓടിക്കുന്നുണ്ട്. ഒന്നിനുള്ളിൽ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടിയില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമ്മള് ചോദിക്കണം 1.40 ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 1.30 കൊടുക്കാം. 1,40,000 1,30,000 കൊടുക്കാം. വണ്ടി കൊടുക്കലേ? ലോണ് വണ്ടികൾക്ക് ശ്രീരാമ ലോൺ കയറ്റി കൊടുക്കാം. എത്ര കയറുമ്പോ? ആണെങ്കിൽ 1.10 കയറും. മാക്സിമം കയറും. 30,000 മുടക്കല് 40,000 മുടക്കല് A-Star കൊണ്ടാ. പെട്രോൾ വണ്ടി LXI. മൈലേജ് എത്ര കിട്ടും? മൈലേജ് K സീരീസ് ഇഞ്ചനാണ്. പയമോളിൽ ഇഞ്ചനല്ല. പയമോളിൽ ഞാൻ അടുക്കലെന്നല്ല. ഇല്ല. മൈലേജ് ഇല്ല അങ്ങനെ പുള്ളിക്കാണ്. അപ്പൊ നമ്മള് K സീരീസ് ഇഞ്ചൻ അടുക്കലുള്ളൂ. 18 കിട്ടും. 18 എന്തായാലും കിട്ടും. ഇത് വേഗണർ പുതിയ മോഡല് വേഗണർ ഉണ്ടല്ലോ, ഒരു 17, 18, 15 വേഗണർ. അതിന്റെ അതേ ഇഞ്ചൻ അതിന്. മൈലേജ് ഉള്ള വണ്ടി. മൈലേജ് ഇല്ല വണ്ടി. അടുത്ത വണ്ടി ഷെവർലെറ്റിന്റെ നല്ല അടിപൊളി എൻജോയ് ആണ്. ടാക്സിയിലാണ്. എങ്ങനെ മോഡലുണ്ട്? 2013 മോഡലാണ്. 13 മോഡലാണ്. ഇഞ്ചനൊക്കെ ഫുൾ പെർഫെക്റ്റ്. പെർഫെക്റ്റ് ഓക്കെ. 7 സീറ്റ് വണ്ടിയില്ലേ? കോയിസ് ഇഞ്ചനാണ്. കോയിസ് അതാറുണ്ട്. ഇത് കിലോമീറ്റർ ഓടിക്കുന്നത്. സീറ്റ് കാര്യങ്ങളൊക്കെ പുതിയതാട്ടോ. ഫുൾ ക്ലിയർ ആണ്. ഉഷാറാക്കി വണ്ടി. എത്ര ഓടിയത്? ഇതൊന്നിന്റെ മേലെ ചില്ലറ 1.10 അങ്ങനെ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് ഒരു സ്കൂൾ ട്രിപ്പ് ഒക്കെ അടിച്ചിട്ട് ആക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട കൊണ്ടേ കൂടി എണ്ണടിച്ച് ഓടിയ മാത്രം മതി. സ്കൂൾ ട്രിപ്പിൽ ടാക്സി നിർബന്ധമാണ്.
നിർബന്ധ പ്രൈവറ്റിലെ സ്കൂൾ ട്രിപ്പ് നടക്കൂല. അങ്ങനെ ആക്കില്ലേ? എന്തെങ്കിലും അപകടം പറ്റിയാൽ ഇൻഷൂർ കിട്ടണമെങ്കിൽ ടാക്സി നിർബന്ധമാക്കിക്കണം. അപ്പൊ ടാക്സി വണ്ടിയാണ് ഇത്, എൻജോയ് ആണ്, മൈലേജ് ഉള്ള സ്കൂൾ ട്രിപ്പിന് മാണേ കൊണ്ടേക്കോളി. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, ചുരുക്കുള്ള വണ്ടി, ചെറിയ പൈസന്റെ വണ്ടിയാണ്. അതാണ് ഓണർഷിപ്പ് എത്ര? ഒന്നോ ഓണർഷിപ്പ് 1-2 ആണ്. ആയിക്കോണോ? ഓണർഷിപ്പ് നോക്കണ്ട, വണ്ടി കൊണ്ടേക്കോളി, നല്ല കിട്ടില്ല വണ്ടി. 2,400 ഉറുപ്പ്യക്ക് നമുക്ക് കൊടുക്കാം. ടാക്സില് ക്ഷേമനിധി എല്ലാ പരിപാടിയും ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരും. ഒക്കെ ക്ലിയർ ആണ്, അതിലും തരുമല്ലോ അല്ലെ? സ്കൂൾ ട്രിപ്പ് അടിച്ചോൾക്ക് വേറെ നമ്മൾ പറയില്ല, സ്കൂൾ ടാക്സി കൊണ്ടോൾക്ക് അങ്ങനെ ഓടാം. വേറെ കാര്യം അതുപോലെ ഇഷ്ടമാണ്. സ്കൂൾ ട്രിപ്പ് അടിച്ചോല് ചെറിയ ചെലവില് വണ്ടി തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ ഒരു തവേര പോര. ഈ ഇപ്പൊ കുട്ടികള് ശ്രദ്ധിച്ചോളി, സ്കൂൾ ട്രിപ്പ് പ്രൈവറ്റിൽ അടിച്ചാൻ പറ്റൂല. പ്രൈവറ്റിൽ അടിച്ചാല് എന്തെങ്കിലും സംഭവിച്ച പ്രശ്നമാണ്. ടാക്സി ഇപ്പൊ ഏത് സ്കൂൾ, ഇനിയിപ്പോ നിങ്ങൾ ഏത് സ്കൂൾ വണ്ടി ഇവിടെ അല്ലൂദ സ്കൂൾ നമ്മുടെ അടുത്ത് തന്നെയാണ്. പോലെ അവിടെയൊക്കെ പ്രൈവറ്റിൽ ആദ്യം കുറച്ച് മുമ്പൊക്കെ ഓടിയിരുന്നു, ടാക്സി ഒക്കെ അല്ലേ? 2.25 ലക്ഷം രൂപയൊക്കെ ടാക്സി വണ്ടി തരും. എന്തെങ്കിലും കുറച്ച് ലോൺ കയറി പറ്റുമ്പോ ലോണ് നമുക്ക് ശ്രീരാമൊക്കെ കയറ്റി കൊടുക്കാം. അത് വേറെ ഷവർലൈറ്റ് അല്ലേ, നോക്കാം നമുക്കില്ലേ? ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടും? നല്ല വണ്ടി, എന്താ ഓട്ടോ സുഖം. ഇഞ്ചിന് മെക്കാനിക് ഉഷാറാണല്ലേ? 18 മൈലേജ് കിട്ടും. 18ന്റെ മേലെ കിട്ടും, എന്തായാലും മൈലേജും കിട്ടും. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞത്. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.